Hi friends, welcome back to my channel. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് സിമ്പിളായി ചെയ്യാൻ പറ്റിയിട്ടുള്ള ഡെക്കറേഷൻ വീഡിയോ ആയിട്ടാണ്. അപ്പോൾ ഡെക്കറേഷൻസ് ഒക്കെ കാണുന്നതിന് മുന്നായിട്ട് ഞാനിവിടെ എൻ്റെ ഫോണ്ടൻറ്റ് ക്ലാസ്സിനെ പറ്റിയിട്ട് പറഞ്ഞുതരാം കേട്ടോ. ഓൺലൈനായിട്ടാണ് ഞാൻ ഫോണ്ടൻറ്റ് ക്ലാസ് എടുക്കുന്നത്. അപ്പോൾ മുന്നത്തെ വീഡിയോസിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓൺലൈൻ ക്ലാസ് വെക്കുന്നുണ്ട് എന്നുള്ളത്. അപ്പോൾ ഈ ഒരു മാസം ലാസ്റ്റാണ് ഓൺലൈൻ ക്ലാസ് വെക്കുന്നത് കേട്ടോ. 7 ദിവസമായിട്ടാണ് ഈ ഒരു ക്ലാസ് നടക്കുന്നത്. അപ്പം ഫസ്റ്റ് ഓരോ ദിവസങ്ങളിലായിട്ട് ഓരോ കാര്യങ്ങളായിരിക്കും പഠിപ്പിച്ചു തരിക കേട്ടോ. അപ്പോൾ ഫോണ്ടൻറ്റ് മേക്കിംഗ്, അതായത് ഹോം മെയ്ഡ് ഫോണ്ടൻറ്റ് ഉണ്ടാക്കുന്നതും കേക്കിൽ ഫോണ്ടൻറ്റ് എങ്ങനെ കവർ ചെയ്യാമെന്നും പിന്നെ ഫിഗേഴ്സ് 5 ഫിഗേഴ്സാണ് കാണിക്കുന്നത്. അത്രയും കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു ഓൺലൈൻ ക്ലാസ്സിൽ എടുക്കുന്നത് കേട്ടോ. അപ്പം ഇതിന് വന്നിട്ടുള്ള ഫീസ് വരുന്നത് 1000 രൂപയാണ്. 1000 റുപ്പീസാണ് ഫീ ആയിട്ട് വരുന്നത്. അപ്പോൾ ഇതിൽ കോൺടാക്ട് നമ്പർ കൊടുത്തിട്ടുണ്ട്. ഇൻട്രസ്റ്റ് ഉള്ളവർ വിളിച്ചിട്ട് എന്താ പറയുക ഗ്രൂപ്പിൽ ആഡ് ആവുക കേട്ടോ. ഇനി ഡെക്കറേഷൻ കാണാം കേട്ടോ. ഞാനിവിടെ 1.5 കിലോയിലുള്ള ഒരു ടോൾ കേക്കാണ് ചെയ്തിട്ടുള്ളത്. ഇത് വൈറ്റ് ഫോറസ്റ്റ് ആണ് ഫ്ലേവർ വന്നിട്ടുള്ളത്. ഈ ഒരു കേക്കിന് ഞാനിവിടെ നോർമൽ കളറൊന്നും ആഡ് ചെയ്യാത്ത ക്രീം വെച്ചിട്ടൊന്ന് കവർ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഈ ഒരു ടോൾ കേക്കിൻ്റെ സൈസ് വന്നിട്ടുള്ളത് ടിൻ സൈസ് 6 ഇഞ്ച് സൈസിലാണ് ചെയ്തിട്ടുള്ളത്. 2 പ്രാവശ്യമായിട്ട് ബേക്ക് ചെയ്തിട്ട് ലെയർ കൊടുത്തിട്ടുള്ളതാണ് കേട്ടോ. ഉള്ളിലായിട്ട് സ്റ്റിക്ക് കൊടുത്തിട്ടുണ്ട്. ഹൈറ്റ് കൂടുന്നതിനനുസരിച്ച് നമ്മൾ ഉള്ളിൽ സ്റ്റിക്ക് കൊടുക്കണം, എന്നാൽ അത് കറക്റ്റിന് നമുക്ക് ഐസിങ് ചെയ്യാൻ കഴിയുള്ളൂ. അതുപോലെ ഡെലിവറി ചെയ്യുമ്പോഴും സേഫായിട്ട് ഡെലിവറി ചെയ്യാൻ കഴിയുള്ളൂ കേട്ടോ. അപ്പോൾ ഇതിന് ഞാനിവിടെ ഫൈനൽ കോട്ടിങ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിൻ്റെ താഴെ ഭാഗത്തായിട്ട് റെഡ് കളർ കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ എയർ ബ്രഷ് വെച്ചിട്ടാണ് കളർ കൊടുക്കുന്നത്. എൻ്റെ എയർ ബ്രഷിന് ചെറിയ കംപ്ലൈൻറ്റ് ഉള്ളതുകൊണ്ടാണ് ഈ ഒരു ബേസിലൊക്കെ ഇങ്ങനെ എന്താ പറയുക കളർ ഒരുപാട് സ്പ്രെഡ് ആയിട്ടുള്ള കേട്ടോ. നല്ല എയർ ബ്രഷ് ആണെന്നുണ്ടെങ്കിൽ ഇത്രയൊന്നും സ്പ്രെഡ് ആവില്ല, ചെറുതായിട്ടൊക്കെ ഉണ്ടായിരിക്കുള്ളൂ കേട്ടോ. ഇതിപ്പോൾ വെള്ളം പോലെ ഫുള്ള് ആയിട്ടുണ്ടായിരുന്നു, അതെല്ലാം ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്കായിട്ട് ഒരു ഹാർട്ട് ഷേപ്പ് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് അക്രിലിക്കിൻ്റെ ഹാർട്ട് എന്നാണ് പറയുക. അക്രിലിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ടോപ്പറൊക്കെ ചെയ്യുന്നത് ഈ ഒരു മെറ്റീരിയലിലാണ് കേട്ടോ. ഇത് ഈ ഒരു ഹാർട്ടിനെ നമുക്ക് ടോപ്പറിലായിട്ട് വെച്ച് കൊടുക്കാം, ടോപ്പറായിട്ട് വെച്ച് കൊടുക്കാൻ കഴിയും കേട്ടോ. അപ്പോൾ ഞാനിവിടെ 2 ഹാർട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്കായിട്ട് കുറച്ച് ഫ്ലവേഴ്സാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ഫ്ലവർ വെച്ച് കൊടുക്കുന്ന സമയത്ത് നമുക്ക് ഫ്ലവറിനെ ഒന്നും കൂടി മുകളിലേക്കായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഹൈറ്റുള്ളൊരു കേക്ക് ഒന്നും കൂടി ഹൈറ്റ് തോന്നിക്കാൻ വേണ്ടിയിട്ട് സ്റ്റിക്ക് കൊടുത്തിട്ട് വേണം ഫ്ലവറിന് വെച്ച് കൊടുക്കാൻ കേട്ടോ. അപ്പോൾ ഞാനിവിടെ സ്റ്റിക്ക് കൊടുത്തിട്ട് ഓരോ ഫ്ലവേഴ്സായിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ സൈഡിലായിട്ട് കുറച്ച് ഗോൾഡൻ ലീവ്സും കൂടി കൊടുത്തിട്ടുണ്ട് കേട്ടോ. സിമ്പിളായിട്ടുള്ള ഡെക്കറേഷനാണ്. അപ്പോൾ അതിവിടെ ഞാൻ ഫ്രിഡ്ജിൽ വെച്ചതിൻ്റെ ശേഷം ഇനി ഞാനിവിടെ ചെയ്യണത് 1 kg ഫ്ലാറ്റ് ആയിട്ടുള്ള ഒരു കേക്കാണ് കേട്ടോ. വൈറ്റ് ഫോറസ്റ്റ് ആണ് ഫ്ലേവർ വന്നിട്ടുള്ളത്. 9 ഇഞ്ചിലാണ് ഈ ഒരു കേക്കിനെ ചെയ്തിട്ടുള്ളത്. അത് കൂടുതൽ പീസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു കേക്കിനെ ഇങ്ങനെ ചെയ്തെടുക്കുന്നത് കേട്ടോ. ഇനി ഇതിനൊന്ന് ക്രീം വെച്ചിട്ടൊന്ന് ഫൈനൽ കോട്ടിങ് ചെയ്തെടുക്കാം. അപ്പോൾ ഫൈനൽ കോട്ടിങ് ചെയ്യുന്ന സമയത്ത് നല്ലോണം ഷാർപ്പ് എഡ്ജോ അല്ലാന്നുണ്ടെങ്കിൽ സൈഡെല്ലാം നല്ല ക്ലീൻ ആക്കി എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. കാരണം ഇതിൻ്റെ മുകൾ ഭാഗം ഫുള്ള് ചോക്ലേറ്റ് എന്താ പറയുക ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടൊന്ന് കവർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഫുള്ള് കവർ ചെയ്യണം കേട്ടോ. അതുകൊണ്ട് നമുക്കിപ്പോൾ അധികം ഫിനിഷിങ് വന്നിട്ടില്ല എന്നുണ്ടെങ്കിലും അതങ്ങനെ കാണുന്നില്ല. ഇനി ഇതിനെ ഫ്രിഡ്ജിലേക്ക് വെക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ചോക്ലേറ്റ് ഇപ്പോൾ ചൂടായതുകൊണ്ട് തന്നെ ഒന്നിങ്ങനെ മെൽട്ടായിട്ടായിരിക്കും ഇരിക്കുക. അപ്പം ഗ്രേറ്റ് ചെയ്യുന്ന സമയത്ത് വലിയ പീസായിട്ടായിരിക്കും ഗ്രേറ്റ് ആയി വരിക. അപ്പോൾ ഈ വലിയ പീസായിട്ട് ഗ്രേറ്റ് ചെയ്ത് വന്നു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ കേക്കിലേക്ക് വെച്ച് കൊടുക്കുമ്പോൾ ഒരുപാട് നഷ്ടമാണ്. അപ്പോൾ ഇതുപോലെ ഗ്രേറ്റ് ചെയ്തിട്ട് നമ്മളൊന്ന് ഫ്രീസറിലോ അല്ലെങ്കിൽ ഫ്രിഡ്ജിലോ കുറച്ച് നേരം വെച്ച് കഴിഞ്ഞാൽ അതൊന്ന് കൂളാവില്ല. അപ്പോൾ കൈ വെച്ചിട്ടൊന്ന് ഇങ്ങനെ പൊടിച്ചിട്ട് അതിനൊന്ന് സൈസ് കുറച്ച് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ബാക്കിയുള്ളത് ഫ്രിഡ്ജിൽ തന്നെ സ്റ്റോർ ചെയ്താൽ മതി. അപ്പോൾ പിന്നെ അധികം ചോക്ലേറ്റ് നമുക്ക് എന്താ പറയുക എടുക്കേണ്ട ആവശ്യമില്ല, നഷ്ടമായിട്ട് തോന്നില്ല. അപ്പോൾ അതൊന്ന് കൂളായതിൻ്റെ ശേഷം ഞാൻ കേക്കിൽ കവർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് കൂടുതൽ ചോക്ലേറ്റ് നമുക്ക് ഉപയോഗിക്കേണ്ട ആവശ്യമില്ല, കുറച്ച് മതിയിട്ട് ഇത് ഫുള്ളൊന്ന് കവർ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി ഇത് ഞാൻ ഫ്രിഡ്ജിലേക്ക് വെക്കുന്നുണ്ട്.
അപ്പോൾ ഇതാണ് ആദ്യം ചെയ്ത കേക്കിൻ്റെ ഫൈനൽ ലുക്ക് വന്നിട്ടുള്ളത്. ഇതിൻ്റെ മുകളിലായിട്ട് ഒരു ആനിവേഴ്സറിൻ്റെ സ്റ്റിക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാനിവിടെ 1 kg ചെയ്തിട്ടുള്ള വൈറ്റ് ഫോറസ്റ്റ് കേക്കിൻ്റെ ഫൈനൽ ലുക്ക് ഇങ്ങനെയാണ് വന്നിട്ടുള്ളത്. ഇതിൻ്റെ മുകളിലായിട്ട് 2 ആർട്ടിഫിഷ്യൽ ഫ്ലവേഴ്സ് വെച്ചിട്ടുണ്ട്, ലീഫും കൊടുത്തിട്ടുണ്ട്. പിന്നെ ടോപ്പിലായിട്ട് നെയിം ഫോണ്ടൻറ്റിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വിശേഷങ്ങളൊക്കെ വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവും, അതുപോലെ ഡെക്കറേഷൻസൊക്കെ ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കണം. ഇഷ്ടമായിക്കണമെന്നുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഇതിൻ്റെ കൂടെ തന്നെ എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്യാത്തവർ ഒന്ന് ഫോളോ ചെയ്യുക കേട്ടോ. പിന്നെ ഓൺലൈൻ ക്ലാസ്സിന് ഇൻട്രസ്റ്റ് ഉള്ളവർ എന്തായാലും ഒന്ന് കോൺടാക്റ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. താങ്ക്